ഞായറാഴ്ച പുലർച്ചെയാണ് കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിന് നേരെ ഇറാൻ നേരിട്ട് വ്യോമാക്രമണം നടത്തിയത്. ഇറാൻ മണ്ണിൽ നിന്ന് കുതിച്ചുയർന്ന 300-ലേറെ ഡ്രോണുകളിലും മിസൈലുകളിലും 99% ഇസ്രയേൽ തകർത്തു. US, UK തുടങ്ങിയ രാജ്യങ്ങളും ഇറാൻ ആക്രമണം തടയാൻ ഇസ്രയേലിനെ സഹായിച്ചു. നിസ്സാരക്കാരല്ല ഇറാൻ എന്ന് ഓരോ നിമിഷവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറാനെ പിന്തുണയ്ക്കുന്നവർ ആരൊക്കെയെന്നും ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രയേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഏതൊക്കെയെന്നും എന്തുകൊണ്ട് ഇറാൻ അത്ര നിസ്സാരക്കാരല്ലെന്ന് പറയുന്നത് എന്നും പറയാം ഞാൻ ലക്ഷ്മി. അൽ നഖാബ് മരുഭൂമിയിലെ നെവാദീം എയർബേസിന് കേടുപാട് സംഭവിച്ചതൊഴിച്ചാൽ മറ്റു ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതാനും പേർക്ക് പരിക്കേറ്റു, മരണം സംഭവിച്ചിട്ടില്ല. ആക്രമണത്തിന് മറുപടിയായി ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ US അടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ സഹായിക്കില്ലെന്ന് US വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് കാരണം ഇറാന്റെ ആയുധക്കരുത്തും മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള നിഴൽ സംഘടനകളുടെ പിന്തുണയുമാണ്. ഗാസ യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് യുദ്ധമേഖലയൊട്ടാകെ വ്യാപിക്കാനുള്ള ആഗോളതലത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും കാരണമായേക്കും. ഇനി ഇറാനെ പിന്തുണയ്ക്കുന്നവർ ആരൊക്കെയെന്ന് പറയാം. ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള, സിറിയയിലെയും ഇറാഖിലെയും വിമത ഗ്രൂപ്പുകൾ. സൈനിക കരുത്ത് ഏതൊക്കെയാണെന്ന് പറയാം. പടിഞ്ഞാറൻ ഏഷ്യയിലെ ശക്തമായ സൈനികർ 5,80,000, റിസർവ് സൈനികർ 2 ലക്ഷം, ബാലിസ്റ്റിക് മിസൈൽ 3000+, നിരവധി സ്പീഡ് ബോട്ടുകളും ചെറു അന്തർവാഹിനികളും അടങ്ങുന്നതാണ് ഇറാന്റെ നാവികസേന. പേർഷ്യൻ ഉൾക്കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാനും ഗതാഗതം തടസ്സപ്പെടുത്താനും ഇറാന് കഴിയും. ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രയേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഏതൊക്കെയെന്ന് പറയാം. സെജിൽ പ്രഹരപരിധി 2500 കിലോമീറ്റർ, കൊറാം ഷഹർ 42,000 കിലോമീറ്റർ, ഇമാദ് 2000 കിലോമീറ്റർ, ഷഹാബ് 32,000 കിലോമീറ്റർ, ഖാദർ 110 മുതൽ 1950 കിലോമീറ്റർ, പാവേഹ് 1650 കിലോമീറ്റർ, ഖൈബർ ഷെഖാൻ 1450 കിലോമീറ്റർ, ഫത്താഫ് 21,400 കിലോമീറ്റർ, ഹാഷ്കാസി 1,400 കിലോമീറ്റർ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ 1979 സ്ഥാപിക്കപ്പെട്ട സായുധ സൈനിക വിഭാഗങ്ങളിലൊന്നാണ്. ആർമി രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുമ്പോൾ റവല്യൂഷണറി ഗാർഡ്സിന് ഭരണഘടനാപരമായി നൽകിയിരിക്കുന്ന ചുമതല ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അഖണ്ഡത ഉറപ്പാക്കുക എന്നതാണ്. വിദേശ ഇടപെടൽ തടയുക, ആർമിയുടെ അട്ടിമറി നീക്കങ്ങൾ ഇല്ലാതാക്കുക, ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുക തുടങ്ങിയവയാണ് ഇവരുടെ ചുമതലകൾ. നിലവിൽ ബഹ്റൈൻ, സൗദി അറേബ്യ, സ്വീഡൻ, US എന്നിവർ റവല്യൂഷണറി ഗാർഡ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കര, വ്യോമ, നാവിക വിഭാഗങ്ങളിലായി 2,50,000-ലേറെ അംഗങ്ങളുമുണ്ട്. ഇറാൻ ഉപയോഗിച്ചത് ക്രൂയിസ് മിസൈൽ 30, ബാലിസ്റ്റിക് മിസൈൽ 110-ലധികം, ഡ്രോൺ 170, ഷഹീദ് 136 ഡ്രോൺ, കാമിക്കാസെ എന്നറിയപ്പെടുന്നു. ഒരു ചാവേർ ആക്രമണ രീതിയുടെ പേരാണ് കാമിക്കാസെ. ഈ വാക്കിന് ജപ്പാൻ ഭാഷയിലുള്ള അർത്ഥം വിശുദ്ധ കാറ്റ് എന്നാണ്. ബോംബുകൾ ഘടിപ്പിച്ച യുദ്ധവിമാനങ്ങൾ പൈലറ്റുമാർ കപ്പലുകളിലേക്ക് ഇടിച്ചിറക്കുന്ന ആക്രമണ രീതിയായിരുന്നു കാമിക്കാസെ. സ്ഫോടക വസ്തുക്കൾ 50 കിലോഗ്രാം. ടർബോജെറ്റ് ഘടിപ്പിച്ച പരിഷ്കരിച്ച ഷഹീദ് 238 മോഡലും ഉപയോഗിച്ചു. പ്രഹരപരിധി 2500 കിലോമീറ്റർ, വേഗത മണിക്കൂറിൽ 185 കിലോമീറ്റർ. ഇസ്രയേൽ പ്രതിരോധം ഏതൊക്കെയാണെന്ന് പറയാം. F-35 യുദ്ധവിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ. ഇസ്രയേലിനെ സഹായിച്ചവർ US, UK, ജോർദാൻ, ഫ്രാൻസ് എന്നിവരാണ്. ഇനി ഇറാനോട് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഇറാൻ വീണ്ടും തിരിച്ചടിക്കും. വലിയൊരു ഘോര യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ പോകുമെന്ന് ഉറപ്പാണ്. ഇറാൻ അത്ര നിസ്സാരക്കാർ അല്ല എന്നതാണ് സത്യം.